ഹലോ, എല്ലാവർക്കും മ്യൂറൽ ആർട്ട് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മ്യൂറൽ പിക്ചർ വരയ്ക്കുമ്പോൾ അതിൽ വരയ്ക്കുന്ന ആഭരണങ്ങളുടെയും വസ്ത്രങ്ങളുടെയും പേരുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള റെഫറൻസ് ഇമേജ് എന്ന് പറയുന്നത് ധന്വന്തര മൂർത്തിയുടെ ഒരു ഫിഗറാണ്. സമഭംഗത്തിൽ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണിത്. സാധാരണ മെയിൽ ക്യാരക്ടേഴ്സ് വരയ്ക്കുമ്പോൾ നവതാളത്തിലാണ് വരയ്ക്കാറുള്ളത്, അതായത് 9 താളത്തിലാണ് വരയ്ക്കാറുള്ളത്. ഫേസിൻ്റെ ലെങ്തിനെയാണ് ഒരു താളം എന്ന് പറയുന്നത്. അനീശം നോക്കിക്കഴിഞ്ഞാൽ കിരീടം കാണാൻ സാധിക്കും. പിറകിലായിട്ട് ചെവിപ്പൂവ് കാണാം, ചേർത്തുകൊണ്ട് കുണ്ടലം. ഈ ഒരു ആഭരണത്തെയാണ് നിക്ഷം എന്ന് പറയുന്നത്. തോൾവള 2 സൈഡിലും വരച്ചിട്ടുണ്ട്. അനീശം അതിൻ്റെ ബാക്കിൽ കൂടി പോകുന്നൊരു ഡിസൈനുണ്ട്. അതിനെ സ്കന്ധമാല എന്നാണ് പറയുന്നത്. കൈവണ്ണയുടെ മുകളിലായിട്ട് വരയ്ക്കുന്ന ആഭരണത്തെ കേയൂരം എന്നാണ് പറയുന്നത്. കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വിരലുകളിലും മോതിരം അണിഞ്ഞിരിക്കും. അതിനെ അങ്കുലീയകം എന്നാണ് പറയുന്നത്. ഉപവീതം, പൂണൂല് പോലുള്ള സ്ട്രക്ചറിനെയാണ് ഉപവീതം എന്ന് പറയുന്നത്. ഇരുഭാഗങ്ങളിലായി കച്ചദാമം വരച്ചിട്ടുണ്ട്. കടിബന്ധം, ഇതിനെയാണ് കടിബന്ധം എന്ന് പറയുന്നത്. അതിനുശേഷം വ്യാളി മുഖത്തിൽ നിന്ന് ഒറ്റനാക്ക് വരുന്നു. ഒറ്റനാക്കിന് പിറകിലായിട്ട് കാണുന്നതിനെയാണ് ഊരുധാമം എന്ന് പറയുന്നത്. ഇരുഭാഗങ്ങളിലായി വരച്ചിരിക്കുന്ന ഉടയാടയെ ഉത്തരധാമം എന്ന് പറയുന്നു. ചെവിപ്പൂവും മഷിപ്പൂവും ചേർത്ത് വരയ്ക്കുന്ന ഹാരം പോലുള്ളൊരു പൂമാലയുണ്ട്. അതിനെ വനമാല എന്നാണ് പറയുന്നത്. അതേസമയം സ്ത്രീ കഥാപാത്രങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാലും ഇതേ സെയിം ഡിസൈൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതേ സെയിം ഓർണമെൻറ്റ്സ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കിരീടത്തിന് പിറകിലായിട്ട് മുടി, അതിനുശേഷം ചെവിപ്പൂവ്, കുണ്ടലം, നിക്ഷം, മുത്തുമാല, സ്കന്ധമാല, കയ്യിലുള്ള ആഭരണങ്ങൾ, കേയൂരം, ആംഗുലീയകം. മേലാട ഉണ്ടായിരിക്കുക, അതിനെ കുജബന്ധം എന്നാണ് പറയുന്നത്. 2 സൈഡിലായിട്ട് കച്ചവാല് കാണാം. അതിനുശേഷം ഉത്തരധാമം കാണാൻ സാധിക്കുന്നുണ്ട്. ഒറ്റനാക്കുണ്ട്. ഒറ്റനാക്കിന് പിറകിലായിട്ട് മുക്തധാമം കാണാൻ സാധിക്കും. തലമുടി നോക്കിക്കഴിഞ്ഞാൽ പൂക്കൾ വെച്ച് അലങ്കരിച്ച പോലെ കാണാൻ പറ്റും. ഇലഞ്ഞി പൂക്കളാണ് സാധാരണയായിട്ട് തലമുടിയിൽ വരയ്ക്കാറുള്ളത്. ഗജേന്ദ്രമോക്ഷം, ആലപ്പുഴയിലെ കായംകുളത്തിനടുത്തുള്ള കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂറൽ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ഉള്ളത്. ഇന്ദ്രദേവന്റെ ശാപത്താൽ ആനയായി തീർന്ന അഗസ്ത്യമുനിയുടെ ശാപമോക്ഷ കഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അഗസ്ത്യമുനി ആനകളുടെ രാജാവായി ജീവിക്കുകയും പിന്നീട് ഒരു നാൾ ഒരു തടാകത്തിൽ വെച്ച് അദ്ദേഹത്തെ മുതല ആക്രമിക്കുകയും ചെയ്യുന്നു. രക്ഷയ്ക്കായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം എത്തുകയും ശാപമോക്ഷം കൊടുക്കുകയും ചെയ്തു എന്നതാണ് കഥ. ഏകദേശം 154 സ്ക്വയർ ഫീറ്റ് വലിപ്പം വരും ഈ ഒരു ചിത്രത്തിന്. പ്രകൃതിദത്തമായ വസ്തുക്കളും വർണ്ണങ്ങളും കൊണ്ടാണ് ഈ ചിത്രം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഏകദേശം 15-16 നൂറ്റാണ്ട് പഴക്കം ഈ ചിത്രത്തിനുണ്ട്. ചിത്രത്തിൻ്റെ ഒറ്റ നടുക്കായി ഗരുഡൻ്റെ മുകളിലിരിക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. ഗരുഡന് രൗദ്രഭാവവും അതേസമയം മഹാവിഷ്ണുവിന് കരുണഭാവവുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇടതുവശത്തിന് താഴെയായി ആനക്കൂട്ടത്തെയും മുതലയും കാണുവാൻ സാധിക്കും. ഇവ കൂടാതെ ദേവന്മാരെയും സന്യാസികളെയും മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും ചിത്രത്തിലുടനീളം കാണുവാൻ സാധിക്കും. വലതുഭാഗത്ത് മുകളിലായി വൈകുണ്ഠത്തിലിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അദ്ദേഹത്തെ പൂജിക്കുന്ന ദേവന്മാരെയും കാണുവാൻ സാധിക്കും. ചിത്രത്തിന് തൊട്ട് താഴെ ബാലകൃഷ്ണൻ്റെ മ്യൂറൽ ചിത്രം ചെയ്തിരിക്കുന്നു. ഇരുവശത്തുമായി 8 സ്ത്രീകൾ ബാലകൃഷ്ണനെ പൂജിക്കുന്നതായി കാണുവാൻ സാധിക്കും. മ്യൂറൽ ആർട്ടിനെ കുറിച്ചുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.